കൊടിസുനിക്ക് പരോൾ ലഭിച്ച സംഭവം സിപിഎമ്മിനെ ബാധിക്കുന്ന വിഷയമല്ലെന്നും പരോൾ തടവുകാരന്റെ അവകാശമാണെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. ടി.പി. കേസ് പ്രതി കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. പരോൾ തടവുകാരന്റെ അവകാശമാണെന്നും അത് ബാധിക്കുന്ന വിഷയമല്ലെന്നും എം.വി. ഗോവിന്ദൻ പറഞ്ഞു. അപരാധമാണെന്നോ അല്ലെന്നോ പറയുന്നില്ലെന്നും എം.വി. ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. കൊലക്കേസ് പ്രതിയുടെ ഗൃഹപ്രവേശന ചടങ്ങിൽ CPM നേതാക്കൾ പങ്കെടുത്ത സംഭവത്തെയും ന്യായീകരിച്ചുകൊണ്ടായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം. പാർട്ടി നേതാക്കൾ പോയതിൽ എന്താണ് തെറ്റെന്ന് ചോദിച്ച ഗോവിന്ദൻ സാമാന്യ മര്യാദയുടെ പേരിലാണ് പോയതെന്നും വിശദീകരിച്ചു. പല ആൾക്കും പരാതി കിട്ടുന്നുണ്ടല്ലോ, പരോളും കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നതിന് ഇപ്പം നമ്മളെന്ത് ചെയ്യണം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഒരാൾക്ക് പ്രത്യേക പരാൾ വേണമെന്നോ ഒരാൾക്ക് പ്രത്യേക പരാൾ കൊടുക്കാൻ പാടില്ലെന്നോ ഒരു തരത്തിലുള്ള ഇടപെടലും CPM നടത്തുന്ന കാര്യമല്ല, ഞങ്ങൾക്കത് ബാധകമല്ല. അതായത് ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ജയിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് ആ രീതിയിലാണ് കൈകാര്യം ചെയ്യപ്പെടുക. അതിൽ പാർട്ടി ഇടപെടേണ്ട കാര്യമില്ല. പക്ഷേ അതിൽ ആരോപിക്കുന്നത് ആരോപിക്കുന്നല്ല ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ നിലപാടാണ് പറഞ്ഞത്, പാർട്ടിയുടെ നിലപാടാണ് പറഞ്ഞത്. പോലീസിന്റെ റിപ്പോർട്ട് അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെയുണ്ട്. അതൊക്കെ അവഗണിച്ചിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ ഗവൺമെന്റ് പരിശോധന നടത്തേണ്ടതാണ്. നടത്തിക്കോട്ടെ, ഞാൻ കഴിയുന്ന പ്രശ്നമില്ല. നമുക്കെന്താ ഇപ്പോൾ ഒരാളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം, ഒരാളെ ശക്തിയായിട്ട് കുറിച്ച് അവസാനിപ്പിക്കാൻ ഉത്തരവാദിത്വം നമുക്കില്ല. ആയിക്കോട്ടെ, ഒരു മഹാപരാധമല്ല. ഞാനിപ്പോൾ അപരാധമെന്നും പറഞ്ഞിട്ടില്ല, മഹാപരാധമെന്നും പറഞ്ഞിട്ടില്ല, അല്ലാന്നും പറഞ്ഞില്ല. അല്ല, പാർട്ടി നിലപാടാണ് ഞാൻ പറഞ്ഞല്ലോ. നമുക്കതിനെ ഇറങ്ങേണ്ട കാര്യമില്ല. അത് അപരാധമെന്നും പറയുന്നില്ല, മഹാപരാധമെന്നും പറയുന്നില്ല, ഒന്നും അതിനെപ്പറ്റി ഇപ്പോൾ ഗവൺമെന്റിന്റെ മുമ്പിൽ നമ്മളില്ല. കാരണം കൃത്യമായിട്ട് നിലപാട് സ്വീകരിച്ചു പോകും. അത് ജയിലധികൃതരും ഗവൺമെന്റും ഒക്കെ ചേർന്ന് നടത്തേണ്ടുന്ന കാര്യമാണ്. പരോളിന്റെ ഭാഗമായിട്ട് കിട്ടേണ്ടുന്ന കാര്യമാണ്. പരോളെല്ലാം തടവുകാരൻ്റെ അവകാശമാണ്. അത് ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്രയും പക്ഷേ കൊലപാതക കേസിലെ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രതിയുടെ വീട്ടില് ഗൃഹപ്രവേശനത്തിന് അതൊക്കെ സാമാന്യ മര്യാദയില്ലേ? ഏതെങ്കിലും നാട്ടിലൊരു കുടിയിലേക്കുമ്പോൾ ആ കുടിയിലേക്കുമ്പോൾ അതിനാൾ പ്രതിയാണ്, മറ്റേ ഇന്ന കോൺഗ്രസ്സാണ്, മാർക്സിസ്റ്റാണ്, BJP മുമ്പിലാണ് പോലും. അതൊക്കെ വലിയ പ്രശ്നം ഉണ്ടാകാൻ നോക്കണം. നിങ്ങളിങ്ങനെ ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് വാർത്തയുണ്ടാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത്രയും വേണ്ടാ മതി. പാർട്ടി തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറഞ്ഞ എത്ര ആളുകളെ അധ്യാപനത്തിലും അതുപോലെ തന്നെ വീട്ടിൽ കൂടുന്ന 3 ആളുകളും